ഇനി വേറെ എന്തെങ്കിലും ചെയ്ത് തന്നതാണ് കണ്ടോ പോന്നുണ്ടോ നമ്മുടെ വേണ്ടേ യന്മാരാണ് ഈ ദ്രോഹങ്ങൾ ചെയ്തത് കേട്ടോ. വേണ്ടേ ഇനിയിപ്പോൾ വേറെ അവിടെ എല്ലാം ഇരിപ്പുണ്ട്. അന്ന് അടുക്കള മാത്രമേ നശിപ്പിച്ചുള്ളായിരുന്നു. ഇന്ന് വീടിനകം മൊത്തം നശിപ്പിച്ചു. അടുക്കളയൊക്കെ കണ്ട കുരങ്ങ് കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ചെറിയ ക്രമീകരണം ചെയ്തായിരുന്നാണ്ട് ആ വിടവഴി കയറാതിരിക്കാൻ ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പം എല്ലാം പറക്കി കെട്ടി ഇവിടുന്ന് താമസം മാറിയൊക്കത്തുള്ളൂ. ആ പരിവാക്കി എന്തായാലും ഫ്രിഡ്ജൊന്നും വലിച്ചു പറഞ്ഞില്ല. ഇന്നിവിടെ കിടക്കാൻ വെക്കില്ല. ആ പരിവാക്കി പൊടി അടിക്കാതിരിക്കാൻ മുകളിലൊക്കെ കെട്ടിയിരുന്നേ ഇതെല്ലാം വലിച്ച് എൻ്റെ ഫാനൊക്കെ തള്ളിയിട്ടു. എന്തെല്ലാം നാശങ്ങൾ സൃഷ്ടിക്കാവോ അതെല്ലാം കുറഞ്ഞ് ചെയ്തു. ഇടയ്ക്കൊക്കെ ചോർച്ചയുള്ളതുകൊണ്ട് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ അകത്തും പ്ലാസ്റ്റിക് ഇട്ടുന്നത്. ആ പ്ലാസ്റ്റിക്കെല്ലാം എന്തായാലും ഇവിടെ ഇറങ്ങിയില്ല. കഴുകിയിട്ടിരുന്ന തുണികളൊക്കെ അതേപോലെ കിടപ്പുണ്ട്. നമ്മുടെ ഗവൺമെൻറ് മനുഷ്യനെ ദ്രോഹിക്കുന്ന ഈ കുരങ്ങുന്ന ജീവി നിമിത്തം സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. സഹതാപം ഉണ്ടായിട്ട് ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. മനുഷ്യനെ ഈ ജീവികൾ എത്രമാത്രം ദ്രോഹിക്കുന്നെന്നുള്ളത് നമുക്ക് ആ മോട്ടറിൻ്റെ ഇതെല്ലാം അടിച്ച് വലിച്ചു ഊരി കളഞ്ഞു. ഇനിയിപ്പോൾ വെള്ളം അടിക്കാൻ പോലും ഒക്കാത്ത അവസ്ഥയാക്കി. അപ്പോൾ മനുഷ്യനെ ഈ കുരങ്ങ് എത്രമാത്രം ദ്രോഹിക്കുന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കണം. മനുഷ്യ ജീവിതത്തിന് ദോഷം ചെയ്യുന്ന ജീവികൾക്ക് ചില രാജ്യങ്ങളിൽ ഗവൺമെൻറ് ചില നിലപാടുകൾ എടുക്കും. അതുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ നല്ലൊരു നിലപാടെടുക്കട്ടെ ഈ അവസ്ഥകൾ കണ്ടിട്ട്.